ജോൺ പോൾ രണ്ടാമൻ പാപ്പ. ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ആദ്യ നാമം കരോൾ വോയ്റ്റീവ് എന്നായിരുന്നു. അദ്ദേഹം 1920 പോളണ്ടിലാണ് ജനിച്ചത്. കായിക താരവും നാടക നടനുമൊക്കെയായിരുന്ന അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവനായി ദൈവത്തിന് സമർപ്പിച്ചു. ആദ്യം വൈദികനാവുകയും പിന്നീട് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 1978 അദ്ദേഹം ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാർപ്പാപ്പയായി തീർന്നു. ഭയപ്പെടേണ്ട, വാതിലുകൾ തുറക്കൂ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സന്ദേശം. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നിലനിന്നിരുന്ന കാലത്തും പോളണ്ടിൽ നിന്നൊരു പാപ്പ ലോകത്തിന് വലിയ പ്രത്യാശ നൽകി. ഏകദേശം 129 രാജ്യങ്ങളോളം ചുറ്റി സന്ദർശിച്ച പാപ്പയായതിനാൽ അദ്ദേഹം ലോകസഞ്ചാരിയായ പാപ്പ എന്നറിയപ്പെടുന്നു. കുട്ടികളോടും യുവാക്കളോടും പ്രത്യേക സ്നേഹമുണ്ടായിരുന്ന പാപ്പയായതിനാൽ യുവാക്കൾക്ക് വേണ്ടി ഒരു സംരംഭം തന്നെ അദ്ദേഹം ആരംഭിച്ചു. ആ സംരംഭത്തിൻ്റെ പേര് വേൾഡ് യൂത്ത് ഡേ എന്നായിരുന്നു. തനിക്ക് നേരെ വധശ്രമം ഉണ്ടായപ്പോൾ പോലും അദ്ദേഹം വധിക്കാൻ ശ്രമിച്ച വ്യക്തിയെ മാപ്പ് നൽകി വിട്ടു. അങ്ങനെ ലോകത്തിന് വലിയ മാതൃക നൽകി. തൻ്റെ സഹനങ്ങളും വേദനകളും ദൈവത്തിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു. വാർദ്ധക്യത്തിലും കഠിനമായ രോഗാവസ്ഥയിലും അദ്ദേഹം തൻ്റെ ജോലി തുടർന്നു. ടോട്ടസ് ടെസ് എന്ന ആപ്തവാക്യത്തോടെ മാതാവിന് തൻ്റെ ജീവിതം മുഴുവനായി അദ്ദേഹം സമർപ്പിച്ചു. 2005 അദ്ദേഹം നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടു. 2014 വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ജയ് ക്രൈസ്റ്റ്.